ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഒരു ഗിവ് അവേ, ചെറുതായിട്ടൊരു ഗിവ് അവേ ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളതൊന്നും പ്രതീക്ഷിക്കരുത്. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഗിവ് അവേ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാവാം നമുക്ക് സംസാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗിവ് അവേ ചെറിയ കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിൽ വളരെ ചെറിയ കാര്യങ്ങളെ എനിക്ക് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാനും വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ട്ടോ. അപ്പോൾ നമുക്ക് ഗിവ് അവേയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നീടത്തെ വീഡിയോയിൽ അറിയിക്കാം. ഗിവ് അവേ വേണം, അല്ല നമുക്ക് ഗിവ് അവേ ഓപ്ഷൻസ് എടുക്കാം എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിക്കുന്നത് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഗിവ് അവേ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ സാധനങ്ങൾ എല്ലാവർക്കും കിട്ടുമ്പോൾ ഒന്ന് ഹാപ്പി ആവുമല്ലോ. അതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് എന്നറിഞ്ഞ ശേഷം ഞാൻ അതിനോട് പ്രതികരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക, ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു വളരെ ചെറിയ സാധനമാണെങ്കിലും ഒരാൾക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ? ഇപ്പം ഈ കാണുന്ന ഒരു പെന്നാണെങ്കിൽ പോലും ഒരാൾക്കത് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ? പെന്നല്ല കേട്ടോ, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. വാട്ടെവർ. അപ്പോൾ ഞാൻ കുറച്ച് തായ്ലൻഡിലൊക്കെ പോയ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും വലിയ കാര്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, എന്നാൽ പിന്നെ ഒരു ഗിവ് അവേ ആവാം. എന്തായാലും 1K ആയി. എൻ്റെ സന്തോഷം അങ്ങനെയല്ലേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഗിവ് അവേ കൊടുക്കാനാണ്. കാരണം എനിക്കറിയാം എൻ്റെ കയ്യിൽ 3-4 കമൻറ്റുകളെ വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോ ടെൻഷൻസ്, നോ വറീസ്. ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കേണ്ടി വരില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു താല്പര്യത്തിന് പുറത്താണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഒന്നിലെ നമ്മൾ ഇടുന്ന ഇപ്പൊ പറയുന്ന ഗിവ് അവേക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഈ കമന്റ് സെലക്ട് ചെയ്യാം. ആർക്കൊക്കെ താല്പര്യമുണ്ട് എന്ന് കമന്റ് ചെയ്യുന്നവരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ അവരെ മൊത്തത്തിൽ എടുത്തിട്ട് നമുക്ക് ഗിഫ്റ്റ് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുവാണെങ്കിൽ വേറൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ കമൻറ്റ് ചെയ്യുന്നിട്ട് അതിൽ എടുക്കുന്നവരിൽ നിന്ന് എടുക്കാം കേട്ടോ. എന്തായാലും ഈ വരുന്ന വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഗിവ് അവേ വേണോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ദൃശ്യം കാണാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഡേ ആണ് പോകുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, എൻ്റെ വാട്സാപ്പിൽ എൻ്റെ കോണ്ടാക്റ്റിലുള്ള കുറേ പേര് കേട്ടോ, ഒരു 100 പേരാണ് എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുള്ളത്, എൻ്റെ കോണ്ടാക്റ്റിലുള്ളവർ. അപ്പോൾ ഞാൻ എപ്പോഴും ഓരോ റിലീസ് കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതായത് ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ടൈറ്റിൽ എടുത്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ഷെയർ ചെയ്യും. നമ്മുടെ പേഴ്സണൽ മൊമെൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പോൾ ഒരു കുറേ കാലമായി, എനിക്ക് തോന്നുന്നു 1-1.5 വർഷമായിട്ടുണ്ടാവും. ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട്, അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഒരു പ്ലഷർ മൊമെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോൾ എൻ്റെ കോണ്ടാക്റ്റിൽ ഒരു 15 പേർക്കെങ്കിലും ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു റിവ്യൂ ചെയ്യുന്ന ആള് ഞാനാണ്. ഞാൻ നന്നായി എന്ന് പറഞ്ഞാൽ മാത്രം സിനിമ കാണാൻ പോകുന്ന കുറേ പേരൊക്കെ എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്. എന്ത് ഹാപ്പിയാണല്ലേ ആ മൊമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് ഇൻഫ്ലുവൻസർ ആവുന്നു എന്ന് പറയുന്നത് വാവ്, ശരിക്കും വാവ് തന്നെയാണ്. അപ്പോഴാണ് എനിക്ക് കൺസിസ്റ്റൻസിയുടെ കാര്യം ഞാൻ ചിന്തിച്ചത്. കൺസിസ്റ്റൻസി എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ മറക്കണ്ട കമന്റ് ചെയ്യാൻ. ഗിവ് അവേ നമുക്ക് എന്തായാലും റെഡിയാക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.